രസകരമായ ഒരു കാര്യം ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഇത്. ശൈലജ ടീച്ചറുടെ കഥ പോലെയല്ല. ഒരു സുഹൃത്തിനോട് ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ നിർദ്ദേശിച്ച പേരാണ് ഗോൾഡ് തീവ്സ്. AK സെന്ററിൽ ഒരു വലിയ കണ്ണാടി വെച്ച് ഈ നേതാക്കളൊക്കെ നിരന്നു നിന്ന് ആ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കണം. ഈ സ്വർണ്ണ കൊള്ളക്കാർ, കള്ളന്മാർ എന്ന പേര് നിങ്ങൾക്ക് ചേരുമോ? ഫ്ലാഷ് ബാക്ക്. ഇന്ന് CPM-ന്റെ അവസ്ഥ, അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത അവസ്ഥ. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാരണഭൂതം തന്നെയാണ്. കാരണം കാരണഭൂതൻ അറിയാം ഒരു ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് ആ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പിനെ തന്നെ ഇല്ലായ്മ ചെയ്യുക. സ്വാഭാവികം. ഈ അതിദാരിദ്ര്യ മുക്ത കേരളം ബ്രാൻഡിങ്ങിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡിംഗ് പ്രക്രിയയിലാണല്ലോ നമ്മുടെ സർക്കാർ. പാലക്കാട്ട് നിന്ന് കേരളം ഒരു ബ്രാൻഡ് പുറത്തിറക്കുന്നു. അതിന് പേര് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾക്കെല്ലാം പേര് നിർദ്ദേശിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇടത് സർക്കാരിൻ്റെ പണിയാണ്. ഇനി നമ്മുടെ MB രാജേഷിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ പ്രധാന നേട്ടമായി ഇത് അവതരിപ്പിച്ചേക്കാം. ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച് പേരിട്ട രാജ്യത്തെ ഏക ബ്രാൻഡി എന്നോ അങ്ങനെ ബ്രാൻഡി ഇറക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനമെന്നോ ഒക്കെ എഴുതി വെക്കുമായിരിക്കും. രസകരമായ ഒരു കാര്യം ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഇത്. ശൈലജ ടീച്ചറുടെ കഥ പോലെയല്ല. ഒരു സുഹൃത്തിനോട് ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ നിർദ്ദേശിച്ച പേരാണ് ഗോൾഡ് തീവ്സ്. AK സെന്ററിൽ ഒരു വലിയ കണ്ണാടി വെച്ച് ഈ നേതാക്കളൊക്കെ നിരന്നു നിന്ന് ആ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കണം. ഈ സ്വർണ്ണ കൊള്ളക്കാർ, കള്ളന്മാർ എന്ന പേര് നിങ്ങൾക്ക് ചേരുമോ? ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.